പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സർവശക്തനായ സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ഏക സത്യനിത്യതയുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആമേൻ. ദൈവത്തിൻ്റെ ഹാലിലെ ഇന്നത്തെ 2026 ആണ്ടിൻ്റെ ആരംഭ വിശുദ്ധ ദിവസം. ഹാലലുയ. ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്തീയ വന്ദനം ഞങ്ങൾ നിങ്ങൾക്ക് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഹാലലുയ. ഇന്ന് പകൽക്കാലം ഈ ഒരു ആമേൻ ഈ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആരാധനയ്ക്ക് വിശുദ്ധിയോടും വേർപാടോടും ആമേൻ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു പോകുവാൻ ആയുസ് തന്ന, ആരോഗ്യം തന്ന എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറയണം. ഒരു പാട്ടിൻ്റെ വരികൾ ഞങ്ങൾ ഒരുമിച്ച് പാടുകയാണ്. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, തൻ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, തിരുവചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 2025 ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ആമേൻ നന്മകളുടെ ഒക്കെ വർഷമായിരുന്നു. എന്നാൽ തന്നെയും ചില സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ഭവനം സർവശക്തൻ കഴിഞ്ഞ 2025 ഞങ്ങൾക്ക് ദാനം തന്നതാണ്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. അതുപോലെ തന്നെ അനേക ആമേൻ ശുശ്രൂഷകൾ കർത്താവിൻ്റെ നാമത്തിൽ കടന്ന് തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ ആമേൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വേല, ട്രാക്റ്റുകൾ കൊടുക്കുക, ഭവനങ്ങൾ കയറുക, ആമേൻ അത് ടീമായിട്ടും അല്ലാതെയും ഒക്കെ കർത്താവിൻ്റെ ഹല്ലേലൂയ സഹോദരങ്ങളോട് ചേർന്ന് ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. എനിക്കൊന്നുകൂടെ പറയണം, കഴിഞ്ഞ വർഷം 2025 അകപ്പെ മിനിസ്ട്രി ആമേൻ പത്തനാപുരം ഹല്ലേലൂയ കർത്താവിൻ്റെ ശ്രേഷ്ഠഭക്തൻ മോനച്ചൻ പാസ്റ്റർ ആമേൻ നയിക്കുന്ന ആമേൻ ആ ടീമിൽ തമ്പുരാനെ ഉയർത്തുവാൻ അനേക ശ്രേഷ്ഠ ദൈവഭക്തന്മാർ ദൈവദാസിമാരോട് ചേർന്ന് എൻ്റെ കർത്താവിനെ ഉയർത്തുവാനൊക്കെ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ. എന്നെ എൻ്റെ കുടുംബമായി സർവശക്തൻ അനുഗ്രഹിച്ച വർഷം തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ കാത്തു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുടുംബമായി ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ മകനെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആമേൻ കരുണയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആമേൻ. എന്നാൽ പലവിധ സാഹചര്യങ്ങളും മനുഷ്യന് ഹല്ലേലൂയ ശാരീരികമായ കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ വരും. അത് ദൈവത്തെ അറിയുന്നവനും അറിയാതിരിക്കുന്നവനും ആമേൻ ദൈവം ഉള്ളവനും ഇല്ലാത്തവനും ആമേൻ തിരുവചനം പറയുന്നു. ആമേൻ എല്ലാവർക്കും ആമേൻ കഷ്ടങ്ങളും ഭാരങ്ങളും ഉണ്ട്. എന്നാൽ ആമേൻ തിരുവചനം ഒന്ന് പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും ആമേൻ യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. അങ്ങനെ എത്രയോ കഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് ദീർഘായുസ്സോടെ ഇരുന്ന് ഈ 2026 ആമേൻ ആരംഭകാല ആമേൻ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന ആ ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യാൻ ചേട്ടാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനൊരു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് ഒരുക്കിയതിന് ദൈവത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. തുടർന്നും എൻ്റെ തമ്പുരാൻ തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം ദൈവസന്നിധിയിൽ വായിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. 116 സങ്കീർത്തനം ആമേൻ 9 വാക്യം മുതൽ ഞാൻ ജീവനുള്ള പ്രദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും പോഷ്ക് പറയുന്നുവെന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവിടുത്തെ സകല ജനവും കാണുക കഴിക്കും.
ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതെ ആമേൻ, ഞാൻ വലിയ കഷ്ടതയിലായിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു. എല്ലാ നന്മകളും ദൈവം എനിക്ക് തന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എന്നെ പൊതിഞ്ഞു. എന്നാൽ ഘട്ടങ്ങളിലേറ്റവും ആമേൻ അനർത്ഥം ദുഷ്ടനെ കൊല്ലുമ്പോൾ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന അവ എല്ലാറ്റിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രത്തോളമായിരിക്കുന്നത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഏട്ടാ? ഒന്നിനും ഒരു കുറവില്ല. ആമേൻ. ദൈവം തമ്പുരാൻ ഞങ്ങളെ മാനിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളെ നടത്തുന്നു. ഞങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേശത്ത് വാർത്ത് യഹോവയുടെ മുൻപാകെ വിശ്വസ്തയോടെ നടക്കുവാൻ വീണ്ടും ദൈവം തമ്പുരാൻ ഞങ്ങളെ ബലപ്പെടുത്തും. ദൈവം ഇത്രത്തോളം ചെയ്ത എല്ലാ നന്മയ്ക്കും നന്ദി. ആമേൻ. തിരുവചനം പറയുന്നു, ആമേൻ, ഭക്തന്മാരുടെ സഭയിൽ ഞാൻ യഹോവയെ ആമേൻ തുതിക്കും. ഹല്ലേലൂയ. സഭാമധ്യം ഞാൻ യഹോവയെ വാഴ്ത്തും, ദേശത്തിൻ്റെ മധ്യം ഞാൻ ദൈവത്തെ ഉയർത്തും. അവൻ ദൈവത്തിൻ്റെ വചനമാണ്. ഞങ്ങൾക്ക് അങ്ങനൊരു മഹാഭാഗ്യം തന്ന ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. യേശു കർത്താവില്ല അല്ലാതൊരു രക്ഷകൻ ഇല്ലവേ ഇല്ല. കർത്താവിനെ രുചിക്കുന്നവർക്ക് പാട്ടുകാരെങ്ങനെ പാടി? രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ആമേൻ. യേശു ക്രിസ്തു മാത്രമാണ് മാധുര്യം. ആമേൻ. എല്ലാ കൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഈ 2026 എൻ്റെ ആമേൻ ദൈവത്തെ ആമേൻ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനങ്ങൾക്ക്, എൻ്റെ സ്നേഹിത സഹോദര സഹോദരി, നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ കുടുംബമായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹമാണ്. അവൻ യേശു സ്നേഹമാണ്, യേശു നന്മയാണ്, യേശുവല്ലാതില്ലൊരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ തമ്പുരാന് നിങ്ങളുടെ ഒരു കാര്യങ്ങളും വേണ്ട. എൻ്റെ കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തെ മാത്രം മതി. ആമേൻ. യേശു സ്നേഹമാണ്. യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങളും ഒരുങ്ങിയാൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ വഴിയും സത്യവും ജീവനുമായി യേശുവിൻ്റെ മക്കളായി തീരാം. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് ആമേൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. തുടർന്ന് നമുക്ക് കാണാം. തമ്പുരാൻ തരുന്ന ആയുസ്സും ആരോഗ്യം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയമേ, ആണ്ടിൻ്റെ ആരംഭത്തിലെ വിശുദ്ധ പോൽക്കാലം ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ സഭയായിരിക്കുമ്പോൾ അടിയങ്ങളും കടന്നു പോകുന്നു. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കണം, ദേശത്തെ അനുഗ്രഹിക്കണം, അയൽവാസികളെ അനുഗ്രഹിക്കണം, ദേശവാസികളെ അനുഗ്രഹിക്കണം. സാമ്യം കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ ഭരണാധികാരികളെ, ദേശവാസികളെ, അയൽവാസികൾ, ദേശവാസികൾ സകല മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 2026 ഞങ്ങളുടെ എല്ലാ ജനങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ. ദൈവകൃപ കൊണ്ട് പൊതിയും. ആമേൻ. വിശുദ്ധിയിലും വേർപാടിലും ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവജനത്തെ, ദൈവഭക്തന്മാരെ, കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.